നമ്മൾ ഏത് ബിസിനസ് ആയിക്കോട്ടെ, ഇനി ഏത് മേഖലയിലാണ് നമ്മൾ പണം സമ്പാദിക്കുന്നത് വെച്ചോട്ടെ, അതിൽ 2 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഒന്ന് കോർ വാല്യൂസ്, രണ്ടാമത് എത്തിക്സ്. ഈ 2 കാര്യങ്ങളും പാലിക്കുക എന്നുള്ളത് പണത്തിൻ്റെ ഫീലിങ്ങുമായി ഡയറക്റ്റ്ലി കണക്റ്റഡ് ആണ്. നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാവണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ, നിങ്ങളുടെ ജീവിതത്തിൽ വിജയങ്ങൾ ഉണ്ടാവണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ, അതിന് നിങ്ങളെ സഹായിക്കുന്ന ഒരു വലിയ പ്ലാറ്റ്ഫോമാണ് അൻവർ സാം മാജിക് വൈബ്സ്. നിങ്ങളെ അതിനുവേണ്ടി ഒരുക്കുവാൻ സഹായിക്കുന്ന ഒരുപാട് കോഴ്സുകൾ മാജിക് വൈബ്സ് എന്ന് പറയുന്ന ഈ പ്ലാറ്റ്ഫോമിൽ അവൈലബിളാണ്. നേരിട്ട് ബന്ധപ്പെട്ടതാണ്. ഉദാഹരണം, കോർ വാല്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മളൊരു ഹോട്ടൽ ഉണ്ടാക്കുമ്പോൾ അതിനൊരു പർപ്പസ് നമ്മൾ കണ്ടെത്തേണ്ടതുണ്ട്. ഇപ്പോൾ എൻ്റെ ഒരു സ്റ്റുഡൻ്റ് ഉണ്ട്, ആൾ സൗദിയിൽ, ആൾക്ക് ഹോട്ടലിൻ്റെ ബിസിനസ്സാണ്. അപ്പോൾ അദ്ദേഹം നമ്മുടെ കോഴ്സിലേക്ക് വരുമ്പോൾ അദ്ദേഹം 14 മണിക്കൂറൊക്കെ ജോലി ചെയ്തിരുന്ന ആളാണ്. ഇപ്പോൾ 6 മണിക്കൂർ ജോലി ചെയ്യുന്നു. കൂടാതെ ഒരുപാട് വേറെ ഹോട്ടൽ, ഇപ്പോൾ 6ഓളം സ്ഥാപനങ്ങളായി അയാൾക്ക്. അപ്പോൾ ഞാൻ ചോദിച്ചു, അപ്പോൾ അദ്ദേഹം ഉണ്ടാക്കിയെടുത്ത കുറച്ച് സിസ്റ്റംസ് ഉണ്ട് അവിടെ. അതിലൊന്ന് ഫ്രഷ് ചിക്കൻ മാത്രമേ അദ്ദേഹം കൊടുക്കുള്ളൂ. അയാളുടെ വാല്യൂസ് അത് കോർ വാല്യൂ ആണ്. ഫ്രഷ് ചിക്കനെ കൊടുക്കുള്ളൂ. ഇല്ല, ഫ്രഷ് ചിക്കൻ മാത്രമാണ് കൊടുക്കുക. അപ്പം ഞാൻ പറയുന്നത്, അപ്പോൾ അവിടെ അതുപോലെ ഹൈജീൻ, ഏറ്റവും കൂടുതൽ അദ്ദേഹം പൈസ ചിലവാക്കുന്നത് ഈ ഹൈജീനിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ ഈ ഹോട്ടലിലെ ഏറ്റവും പ്രധാനം വൃത്തിയാണ്. അതിന് എത്ര പൈസ ചിലവാക്കിയാലും അത് നമുക്ക് നഷ്ടമാവില്ല. ആ നീറ്റ്നെസ്, ആളുകൾക്ക് കൊടുക്കുന്ന ഫ്രഷ്നെസ്, ഇതൊക്കെ വളരെ പ്രധാനമാണ്. അപ്പോൾ ഞാൻ പറയുന്നത്, ഇത് നിങ്ങൾ നേരത്തെ പറഞ്ഞ, ഇബാദത്ത് നേരത്തെ പറഞ്ഞ കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ എങ്ങനെയെങ്കിലും പണം ഉണ്ടാക്കുക എന്ന് പറയുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. നമ്മുടെ കർമ്മമണ്ഡലം അത് പ്രധാനമാണ്. നമ്മൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നതും എങ്ങനെയാണ് വിനിയോഗിക്കുന്നത് എന്നതും പണത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനമാണ്. എങ്കിലേ പണം കൊണ്ട് ഹാപ്പിനെസ്. അപ്പോഴാണ് പണം കൊണ്ട്, പണത്തിൻ്റെ ഫീലിംഗ് എന്ന് പറയുന്നത് ശരിക്കും ഒന്ന് ഹാപ്പിനെസ്സാണ്, സെക്യൂരിറ്റി ഫീലിംഗ് ഉണ്ട്, അബണ്ടൻസ്, സമൃദ്ധിയുണ്ട്. അപ്പോൾ ഇങ്ങനെ കുറേ ഫീലിങ്ങുകൾ പണത്തിനുണ്ട്. പക്ഷേ പണം കൊണ്ട് ഈ ഫീലിങ്ങുകൾ ഉണ്ടാക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ പറ്റില്ല. പക്ഷേ പണത്തിൻ്റെ ഫീലിംഗ് ഇതാണ്. അപ്പോൾ നമ്മൾ നമ്മുടെ ജീവിതത്തിൻ്റെ മറ്റു മേഖലകളിൽ കൂടി ഈ സമ്പത്തുമായി കണക്ട് ചെയ്ത് വെക്കുമ്പോൾ നമ്മൾക്ക് ഈ വികാരങ്ങളെ അല്ലെങ്കിൽ ഈ ഫീലിങ്ങിനെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. അല്ല, ഇത് ഈ ഒരു ഡയലോഗ് പറയുമ്പോഴേ ചിലപ്പോൾ ഒരുപക്ഷെ നമ്മളുടെ ഈ പോഡ്കാസ്റ്റ് കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർ, എന്നാൽ എനിക്ക് 2500 ഇക്കാന്ന് പറഞ്ഞാൽ നിങ്ങൾ അർഹനാണോ എന്നുള്ള കാര്യം കൂടെ അതിനകത്ത് ചെക്ക് ചെയ്യണം, അല്ലേ? അല്ല, അതിൽ വേറൊന്നുണ്ടേ. അപ്പം നമ്മൾ ഞാൻ കമന്റ് പറയാൻ ചിലപ്പോൾ സാധ്യതയുണ്ട്. മനസ്സിലായി, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത്. എനിക്ക് മനസ്സിലായി. അതിലെന്താ പറയുക, ഏറ്റവും പ്രധാനം, ഇപ്പോൾ പല ആളുകളും ശ്രമിക്കുന്നത്, ഇപ്പോൾ ഒരാൾ ഒരു പ്രതിസന്ധിയിലായി, അവർ പലപ്പോഴും ഫോക്കസ് ചെയ്യുന്നത് എവിടുന്ന് ഇനി കടം കിട്ടുമെന്നതിലേക്കാണ്. എന്നിട്ട് എന്താ ചെയ്യുന്നത്, ആ കടം കൊണ്ട് വീണ്ടും പുതിയൊരു കടം ഉണ്ടാക്കി വെക്കുക എന്നുള്ളതിലേക്കാണ് പോകുന്നത്. അവിടെ നിന്നാണ് കടം വേറെ കടം എന്ന് പറയുന്നത്. അതേസമയം ഇപ്പം ഞാൻ സാധാരണ എന്നോട് ചോദിക്കുന്ന ആളോട് സജസ്റ്റ് ചെയ്യാറുള്ളത്, നിങ്ങൾ കുറച്ച് പണം ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി വാങ്ങുക. ഒരു കടം വാങ്ങി മറ്റൊരു കടം വീട്ടുന്നതിന് പകരം ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി വാങ്ങുക. ഉദാഹരണമായിട്ട് എങ്ങനെയാണ് സമ്പത്തുണ്ടാക്കേണ്ടത് എന്ന് പഠിക്കുവാൻ വേണ്ടിയിട്ട് കുറച്ച് പൈസ കടം വാങ്ങിയിട്ട് അത് പഠിക്കുക. അപ്പോൾ ഒരുപാട് മേഖലകൾ നമുക്ക് തുറന്നു കിട്ടും, ഒരുപാട് കണക്ഷനുകൾ കിട്ടും, ഒരുപാട് ബന്ധങ്ങൾ കിട്ടും. ആ ബന്ധങ്ങളിലൂടെ ആയിരിക്കും ചിലപ്പോൾ ഇദ്ദേഹം രക്ഷപ്പെടുന്നത്. അപ്പോൾ പലതരത്തിൽ നമുക്ക് സാധ്യതകൾ നമ്മുടെ മുമ്പിലേക്ക് വരും. അപ്പോൾ ഇപ്പോൾ ഒരാളിൽ നിന്ന് കടം വാങ്ങി അപ്പുറത്താളടുത്ത് കൊടുക്കുക, ആ ടൈം ആകുമ്പോൾ മറ്റൊരാളടുത്ത് വാങ്ങിയിട്ട് ഇനി ആരുടെ നിന്നാണ് പണം കിട്ടുക എന്ന് ചോദിച്ച് നടക്കുന്നതിന് പകരമായി പണം സമ്പാദിക്കാൻ ആവശ്യമായിട്ടുള്ള, നേടിയെടുക്കാൻ ആവശ്യമായിട്ടുള്ള ഓപ്പർച്യൂണിറ്റികളെ തിരഞ്ഞെടുക്കുക. അപ്പോൾ നിങ്ങളൊരാൾക്ക് കടം കൊടുക്കുന്നതിന് പകരം അദ്ദേഹത്തിനൊരു ജോലിയാക്കി കൊടുക്കുക. നിങ്ങൾ കടം കൊടുക്കുന്നതിന് പകരം അദ്ദേഹത്തിനൊരു മണി സോഴ്സിനെ ഉണ്ടാക്കി കൊടുക്കുക. ഒന്നുകിൽ ഒരു ബിസിനസ്സിനെ ഉണ്ടാക്കാൻ വേണ്ടി സഹായിക്കുക. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഇത് മൾട്ടിപ്പിളായിട്ട് വളരുകയും നമ്മുടെ പണം അതോടൊപ്പം വളരും ചെയ്യും. കാരണം നമ്മൾ കൊടുത്താണുള്ള തുടക്കം, ആ തുടക്കത്തിൽ നിന്നാണ് വരുന്നതെങ്കിൽ വലിയ സമ്പന്നനാവാൻ പറ്റും നമുക്ക്. ഇപ്പം പഠനം അതുകൊണ്ടാണ് ഈ പഠനങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ നമ്മൾ പണം ഒരാൾക്ക് സംഭാവന നൽകുമ്പോൾ അത് മൾട്ടിപ്പിളായിട്ട് വളർന്നുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മളറിയാതെ. അപ്പോൾ അത് വളരെ പ്രധാനമാണ്. അപ്പോൾ പണത്തെക്കുറിച്ചുള്ള മൊത്തത്തിലുള്ളൊരു നമ്മുടെ ഒരു ഔട്ട്ലൈൻ എന്ന് പറഞ്ഞാൽ
ഇത് കയ്യിലേക്ക് വരുമ്പോൾ നമുക്കുണ്ടാകുന്ന ഫീലിംഗ് വലിയൊരു ഇമ്പോർട്ടൻറ്റ് ഫീലിംഗ് വളരെ പ്രധാനമാണ്. അത് പിന്നെ സാർ നേരത്തെ പറഞ്ഞ പോലെ പണം കൊണ്ട് നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ഒരു ഇതെന്ന് പറഞ്ഞാൽ ഒന്ന് സെക്യൂരിറ്റിയാണ്, രണ്ട് ഒരു അബണ്ടൻസ് ആണ്, സമൃദ്ധി ഫീൽ ചെയ്യും. പിന്നെ ഈ പണം ഉണ്ടാക്കുന്ന രീതിയും കറക്റ്റ് ആകുക എന്നുള്ള